പ്രത്യേകിച്ച് NDAക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് വരണമെങ്കിൽ ഈ പറയുന്ന 51 സീറ്റ് ലഭിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ UDFന് അവരുടെ വോട്ട് അവരുടെ കൗൺസിലർമാരുടെ എണ്ണം ഇരട്ടിയാക്കും എന്ന് നേരത്തെ പ്രഖ്യാപിച്ചതിന് ഉപോത്ബലകമായി ആ ഒരു കണക്കിലേക്ക് എത്തണമെങ്കിൽ അവിടെ സുധീർ ഖാൻ ജയിക്കണം. അതോടൊപ്പം തന്നെ നൌഷാദ് ജയിക്കേണ്ടത് LDFന്റെ ആവശ്യമാണ്. അതായത് BJP NDA കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന LDFന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം വാർഡിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇന്ത്യയുടെ സ്ഥാനാർത്ഥി സർവശക്തിപുരം ബിനു ജയിക്കേണ്ടത് ഇപ്പോൾ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അത് ശബരിനാഥന്റേതായി വന്നിരിക്കുകയാണ്. കാരണം ശബരിനാഥന് ഈ ഒരു മണ്ഡലത്തിൽ LDF ജയിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് തന്റെ വാർഡായിട്ടുള്ള ഈ പറയുന്ന കവടിയാർ വാർഡിൽ ഇനിയിപ്പോൾ അവിടെ നിന്ന് രാജിവെക്കുകയാണെങ്കിലും അവിടെ NDA വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അധികാരത്തിൽ എത്തുകയാണെങ്കിലും ആ NDAക്ക് വിജയത്തിന് വേണ്ടി താൻ വഴിയൊരുക്കി കൊടുത്തു എന്ന തരത്തിലുള്ള ആക്ഷേപം കേൾക്കാതിരിക്കണമെങ്കിൽ വിഴിഞ്ഞം വാർഡിലുള്ള ഈ ജനുവരി 12 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ NDAയുടെ സ്ഥാനാർത്ഥി സർവശക്തിപുരം ബിനു ജയിക്കേണ്ടതായിട്ട് വരുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് വരുന്നത് NDAയോടൊപ്പം തന്നെ അല്ലെങ്കിൽ BJPയോട് ഒപ്പം തന്നെ അത്തരത്തിലുള്ള ഒരു ആവശ്യമായി വരുന്നത് അത് KS ശബരിനാഥന്റേതാണ്. സത്യത്തിൽ